ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് പ്രമുഖ ഉദരരോഗ വിദഗ്ധനും മലബാർ മെഡിക്കൽ കോളേജ് ഉദരരോഗ വിഭാഗം മേധാവിയുമായ പ്രൊഫസർ വർഗീസ് തോമസ് സാറാണ്. നമസ്കാരം ഡോക്ടർ വർഗീസ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ ചികിത്സാ മേഖലയിൽ സ്ഥിരമായിട്ട് കാണുന്ന ദൈനംദിന വ്യവസ്ഥാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്യാസ് ട്രബിൾ എന്ന് പറയും. അവരുദ്ദേശിക്കുന്ന പലതായിരിക്കും. ഗ്യാസ് ട്രബിൾ, വയറ്റിൽ എരിച്ചിൽ, നെഞ്ചെരിച്ചിൽ, ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക. ഏകദേശം പ്രാക്ടീസിൽ 15-20% ആളുകൾക്ക് ഈ വിവിധ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. അതുകൂടാണ്ട് തന്നെ മലശോധനക്കുറവ് അങ്ങനെ ഉണ്ടാവും. പിന്നെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാവും. പക്ഷേ കൂടുതൽ ആൾക്കാരും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഈ ഗ്രൂപ്പിന് ആൾക്കാർ ദഹനക്കേടെന്നായിരിക്കും പറയുക. അത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ പറയുന്നതാണെങ്കിലും ഒരു വിധത്തിലൊരു ദഹന പ്രശ്നം തന്നെയാണത് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പൊതുവായിട്ട് അത് ഗ്യാസ് ട്രബിളാണെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗലക്ഷണം മാത്രമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതൊരു രോഗം ആയിട്ടല്ല കണക്കാക്കുന്നത്. കാരണം പലവിധ രോഗങ്ങളുടെ ഒരു കോമൺ ആയിട്ടുള്ള പൊതുവേ ആയിട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. അതെ അതെ അതെ, ലക്ഷണം മാത്രമാണ്. ഉദാഹരണത്തിന് ഒരു കുഴപ്പമില്ല, ഒരു രോഗമില്ലാത്ത ഒരാൾ പോലും സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ വയറ്റിൽ ഗ്യാസ് വരികയും അവർക്ക് ഏമ്പക്കം വരുന്നതായിട്ട് നമ്മൾ കാണും. അതേപോലെ തന്നെ അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും വയറ് കെട്ടി വീർക്കുന്നതായിട്ട് കാണും. അത് ചിലവരുടെ ലക്ഷണങ്ങൾ അതാണ്. വയറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വല്ലാണ്ട് വീർക്കുന്നു, പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞതിന് ശേഷം. ചിലവർക്ക് അമിതമായിട്ട് ഏമ്പക്കം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നിർത്തുകയില്ല, പിന്നെയും വന്നുകൊണ്ടിരിക്കും. ചിലവർക്ക് നെഞ്ചിനുള്ളിലൊരു ഖനം എടുത്തു വെച്ച മാതിരിയായിരിക്കും ഉണ്ടാകുന്നത്. ചിലവർക്ക് പുറത്ത് വേദന. ഇതേ വിധത്തിലുള്ള പല വിധത്തിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ കടിച്ചു പറിക്കുന്ന വയറുവേദനയും ചിലവർക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കീഴ്വായു പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ പലർക്കും പല രീതിയിലാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറയുന്നത് വയറ്റിൽ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വയറ്റിൽ ആസിഡ് ലെവൽ കൂടി വരികയും ആമാശയത്തിൻ്റെ സങ്കോചം കൂടി വരുന്ന അവസ്ഥയിൽ ആണ് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന സാധാരണഗതിയിലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ. അതല്ലാണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം കുടലിൻ്റെ ചലനത്തിൻ്റെ അപാകതയാണ്. അത് നമ്മുടെ മാനസിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരുപാട്, അതായത് ധാരാളം പേഷ്യൻസിൻ്റെ ഗ്യാസ് ട്രബിളിന് മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ ഒരു മുഖ്യ കാരണമായിട്ട് കണക്കാക്കേണ്ടത്. അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ വളരെ കൂടുതലായിട്ടാണ്. അത് കുടലിൻ്റെ ആമാശയത്തിൻ്റെയും ദഹനേന്ദ്രിയത്തിൻ്റെയും വൻകുടലിൻ്റെയൊക്കെ ചലനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്നത്. എന്നാൽ കുടൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, അതായത് കെമിക്കൽ സബ്സ്റ്റൻസും ബ്രെയിൻ പ്രവർത്തിക്കേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഏകദേശം ഒന്ന് തന്നെയാണ്. കുടലും ബ്രെയിനുമായിട്ട് ഒരു ഹോട്ട് ലൈൻ എന്ന് പറഞ്ഞ മാതിരി ഞരമ്പുകളുടെ കണക്ഷനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ചെറുപ്രായം മുതൽ തന്നെ കുടലിലുള്ള ബാക്ടീരിയകളും എല്ലാം കൂടി ചേർന്നിട്ട് ബ്രെയിനിൻ്റെ വരെ, അതായത് തലച്ചോറിൻ്റെ വരെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളെ പറയുന്നത് ഡിസോർഡേഴ്സ് ഓഫ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ്. അതായത് കുടലും തലച്ചോറുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ആക്സിസ്, അതിൻ്റെ ഡിസോർഡറായിട്ടാണ് ഇപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ ഈ രോഗങ്ങളെ കാണുന്നത്. പക്ഷേ ഇത് കൂടാണ്ട് തന്നെ പലർക്കും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ അവർ ശരിക്കും ദഹിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു 80% ആളുകൾക്കും പാല് കുടിച്ചാൽ ഗ്യാസ് ട്രബിൾ വരും. വയറ് വീർക്കുക, വയറ് വേദന, പിറ്റേ ദിവസം വയറ്റിൽ നിന്ന് ഇളകി പോവുകയൊക്കെ വരും. ഇത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. ഇത് അതായത് നോൺ വൈറ്റ് പോപ്പുലേഷനിലുള്ള ഒരു 80% ആൾക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അത് ക്രമേണയാണ്, നമുക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്കും അത് ക്രമേണ നമ്മുടെ ഈ കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചായയിലോ കാപ്പിയിലൊക്കെ ഒഴിച്ച് കഴിച്ചാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല, പാലൊഴിച്ച് കഴിച്ചാൽ. അതേസമയത്ത് പാലായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, തൈരായിട്ട് കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പ്രായം കൂടുന്നവർ ഈ ഇഷ്യൂ കൂടും. മാത്രവുമല്ല, ഇതുപോലെ തന്നെ വൻപയർ, ചെറുപയർ, പരിപ്പ്, കടല, ഉരുളക്കിഴങ്ങ്, കപ്പ, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ,
പൂവൻപഴങ്ങൾ, ഇങ്ങനെ പല വസ്തുക്കളിലുള്ള ചില ഘടകങ്ങൾ. ഇപ്പം നമ്മുടെ അന്നജം എന്ന് പറഞ്ഞടുത്ത സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് ദഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് 10 ഇരട്ടിയാണുള്ളത്. അതായത് പാൻക്രിയാസ് എന്ന് പറഞ്ഞ മെയിൻ ഗ്രന്ഥിക്ക് രോഗം വന്നാൽ പോലും തന്നെ അന്നജം ദഹിക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ടാവും. പക്ഷേ ഇതേപോലെയുള്ള പിന്നെ ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ റെയറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളുണ്ട്. അത് ദഹിക്കാനുള്ള കഴിവ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കില്ല. അപ്പോൾ അത് ഈ വസ്തുക്കൾ കുടലിൽ കിടക്കുമ്പോൾ കുടലിലെ ബാക്ടീരിയ അതിൻ്റെ മേലെ പ്രവർത്തിക്കുകയും അത് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഹൈഡ്രജൻ എന്നീ ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വയറ് വീർക്കുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ഭക്ഷ്യ സാക്ഷരത അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഭക്ഷ്യ സാക്ഷരത എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് രോഗികൾക്ക് മാത്രമല്ല ഡോക്ടർമാർക്കും കൂടി അതിനെ പറ്റിയിട്ട് നല്ല നിശ്ചയം ഉണ്ടാവണം. കാരണം ഡോക്ടർമാർക്ക് ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ദോശ, അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, സാമ്പാർ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണം സാമ്പാറിൽ പരിപ്പുണ്ടാവും. അപ്പോൾ ഗ്യാസ് ട്രബിൾ ആൾക്ക് അത് കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനുള്ള, അത് മനസ്സിലാക്കാനുള്ള കഴിവ് രോഗിക്കും, അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഡോക്ടർക്കും ഉണ്ടാവും. ചെറുപ്പം മുതലേ സ്വായത്തമാക്കേണ്ടത് വളരെ പരമപ്രധാനമായ ഒരു അറിവാണെന്ന് ചുരുക്കം. ഭക്ഷണം സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പ്രാഥമികമല്ല, കുറച്ച് അഡ്വാൻസ് അറിവ് തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. പുറത്തുപോയി ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പ്രവണത അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ പുറത്ത് റെസ്റ്റോറൻറ്റിലും ഭോജനശാലകളിലും കിട്ടുന്ന ഭക്ഷണം കുറേ കൂടെ കൂടുതൽ ടേസ്റ്റിയാണ്, നാവിൻ്റെ രസമുകുളങ്ങളെ ത്രസിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ പോകുവാനും, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതല്ലേ? അതെ, സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് സമയം കൂടുതലെടുക്കും. ഉദാഹരണത്തിന് നമ്മളെ ചോറും സാധാരണ പച്ചക്കറിയും അല്ലെങ്കിൽ മത്സ്യമൊക്കെ കഴിക്കുമ്പോൾ ഒരു 3 തൊട്ട് 5 മണിക്കൂർ കൊണ്ട് ആ ദഹന പ്രക്രിയ പരിപൂർണമാവും. പക്ഷേ നമ്മൾ ബിരിയാണി, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, അങ്ങനെ എണ്ണയും മെഴുക്കും കൂടെ വളരെ കൂടുതലുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ 6-8 മണിക്കൂർ കഴിഞ്ഞാൽ ദഹന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ കൊഴുപ്പ് ദഹിക്കാനായിട്ട് ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ ആമാശയവും ചെറുകുടലിലൊക്കെ ഏകദേശം ഒരു സെമി പാരാലിറ്റിക് സ്റ്റേജിലാണ്. അപ്പോൾ നിലവിൽ ഒരു ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർക്ക്, അതായത് ചലനത്തിൻ്റെ അപാകതയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നമ്മൾ കാറിൽ പെട്രോൾ അടിക്കുന്നതും ആയിട്ട് എപ്പോഴും നമ്മൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. കാരണം വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു വാഹനം, ഒരു ചെറിയ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ ഉണ്ടെന്ന് കൂട്ടിക്കോ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ആൾ ആവശ്യത്തിന് കുറച്ച് പെട്രോൾ അടിച്ച് അവനവൻ്റെ കാര്യത്തിന് പോകും, അല്ലേ? ഇത് ഫുൾ ടാങ്ക് അടിച്ച് ദിവസം ഓരോ പ്രാവശ്യം പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കുന്നവർ വളരെ കുറവാണ്. അതെ. ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം ആവശ്യത്തിന് പെട്രോൾ അടിക്കുന്ന മാതിരി ആവശ്യത്തിനെ കഴിക്കാവുള്ളൂ. ഈ ഫുൾ ടാങ്ക് അടിക്കുന്ന നമ്മുടെ ആ ടെൻഡൻസി അങ്ങ് ഒഴിവാക്കുക. എന്നാലും പക്ഷേ നിർഭാഗ്യവശാൽ അതാണ് നടക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഈ ഭക്ഷണം, പ്രത്യേകിച്ച് ഈ ഔട്ട്സൈഡ് ഈറ്റിംഗ് വരുമ്പോൾ ഈ ഭക്ഷ്യ വിഭവങ്ങൾ വളരെ ടേസ്റ്റി ആവുമല്ലോ. അതിനുള്ള ചെപ്പടികളും വിദ്യകളൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റുകൾക്കും അത് ഭോജനശാലകൾക്കും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നോൺ വെജിറ്റേറിയൻ സംഗതികൾ ദഹിക്കാതെ കിടക്കുമ്പോൾ തന്നെ വീണ്ടും അതിൻ്റെ മേലെ കഴിക്കുന്ന ഒരു സംവിധാനമുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുകൊണ്ട് ദഹനേന്ദ്രിയ പ്രക്രിയയ്ക്ക് പ്രശ്നം വരും. അതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഈ നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ, അത് ആസിഡ്, ആമാശയത്തിലുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് തകട്ടി കയറുന്നതാണ് ഈ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ തകട്ടൽ രോഗം. അപ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ തകട്ടൽ രോഗം അതികലശലായിട്ടുണ്ടാവും. അത് അവർക്ക് പ്രത്യേകിച്ചിട്ട് രാത്രി ഹെവിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഈ ദഹന പ്രക്രിയ നടക്കുമ്പോൾ ഈ നെഞ്ചും വയറും ഏകദേശം ഒരേ ലെവലിലായിരിക്കും കിടക്കുമ്പോൾ. അപ്പോൾ തകട്ടൽ കൂടുകയും പല ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, രാത്രി വളരെ ഹെവിയായിട്ട് ഭക്ഷണം കഴിച്ചവർ രാത്രിയിൽ ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോൾ കഠിനമായ നെഞ്ചുവേദനയായിട്ട് എഴുന്നേൽക്കുകയും പെട്ടെന്ന് ആശുപത്രി കാഷ്വാലിറ്റിയിലൊക്കെ പോവുകയും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് ECG എടുക്കുകയും ഡ്രോപ്പായി ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ സ്ഥലം സംഭവിക്കുന്ന കാര്യമാണ്. ദിവസം 1-2 ആൾക്കാരെങ്കിലും ഒരു ആശുപത്രിയിലെ കാഷ്വാലിറ്റി വരാറുണ്ട്. എന്നിട്ട് ECG എടുക്കുമ്പോൾ കുഴപ്പമില്ല, ഡ്രോപ്പായി കുഴപ്പമില്ല, അവസാനം അസിഡിറ്റി കുറയാനുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒക്കെ ശരിയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്യാസ് ട്രബിൾ പോലെയുള്ള അസുഖങ്ങൾ, ഉദരരോഗ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുവാൻ, ലഘൂകരിക്കുവാൻ, അതിൻ്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുവാനുള്ള ചില പൊതു നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുമോ? പൊതു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിത ശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ നമ്മുടെ ആ ശൈലിക്കൊക്കെ ഒരു ചിട്ട അടക്കം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്.
ആദ്യമായിട്ട് വ്യായാമം, സ്ഥിരമായിട്ടുള്ള വ്യായാമം. ഈ ഗ്യാസ് ട്രബിളുള്ള ആൾക്കാർക്ക് വേറൊരു പ്രശ്നം, വയറ്റിൽ നമ്മൾ ദഹന പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ ഏകദേശം 1.5 ലിറ്റർ ഗ്യാസ് നമ്മളെല്ലാവരുടെയും വയറ്റിൽ ഉണ്ടാവുന്നുണ്ട്. അത് കീഴ്വായുമായിട്ടും എമ്പക്കമായിട്ടൊക്കെ പോവുമെങ്കിൽ കൂടുതൽ നമ്മുടെ വ്യായാമം ഉള്ളതുകൊണ്ടാണ് ഇത് ചെറിയ ചെറിയ മൈക്രോസ്കോപ്പ് ചെറിയ ചെറിയ അളവിൽ അത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യായാമം ഇല്ലാത്തവർക്കും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലുള്ള സ്പോഞ്ചി കുഷനിലൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് ഗ്യാസിന്റെ നിർഗമനത്തിനുള്ള നമ്മളൊരു വഴി പോലും ഇല്ലാത്ത വിധത്തിലാണ് ആക്കുന്നത്. അപ്പം സ്ഥിരമായ വ്യായാമം, പിന്നെ ഭക്ഷണത്തിലുള്ള ആ ഒരു എന്താ പറയണ്ട, ഭക്ഷണം എത്ര കിട്ടിയാലും കഴിക്കുന്ന അത് മാറിയിട്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ള അതിലേക്ക് വരണം. പിന്നെ ഉറക്കവും നല്ലപോലെ വേണം. പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ രാത്രി 3 മണി 4 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുകയും പിന്നീട് കുറച്ച് ഉറങ്ങുക, അല്ലെങ്കിൽ ലേറ്റായിട്ട് ഉറങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു കൃത്യമായ സമയത്തിന് ഭക്ഷണം, അമിതമായിട്ട് കഴിക്കാതിരിക്കുക, കഴിക്കുമ്പോൾ തന്നെ എണ്ണ അത് ഉള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക, പിന്നെ സ്ഥിരമായ വ്യായാമം, ഇതൊക്കെയാണ് വേണ്ടത്. ഉറക്കവും പ്രധാനമാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക പ്രശ്നങ്ങളുടെ, അത് ഇൻടോളറൻസ്, ഇപ്പോൾ പാല് കുടിക്കുമ്പോൾ പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ മറ്റ് കിഴങ്ങ് പയറ് ഒക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ, അതനുസരിച്ചിട്ട് അവർ ഭക്ഷണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. ചില മോഡുലേഷൻസ് വേണം. ഈ GERD, ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന, അപ്പോൾ എന്താണ് ആ രോഗത്തെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രവൃത്തി നോക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങുമ്പോൾ അത് ഫുഡ് പൈപ്പ്, അത് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏതാനും സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് ആമാശയത്തിലെത്തും. പക്ഷേ ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ ആമാശയത്തിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഒരു ഗ്രൈൻഡർ, ഒരു മിക്സി വർക്ക് ചെയ്യുന്ന മാതിരി ഒരു 2-3 മണിക്കൂർ അത് വർക്ക് ചെയ്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഈ നമ്മൾ കഴിച്ച ഭക്ഷ്യവസ്തുക്കളാക്കിയിട്ട് ചെറുകുടലിലേക്ക് അത് കടത്തിവിടാൻ. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദഹനരസങ്ങൾ ഇതിൻ്റെ മേലെ പ്രവർത്തിക്കുകയും ദഹനം നടക്കുകയുള്ളൂ. ദഹനം നടന്നതിന് ശേഷം ചെറുകുടൽ വലിച്ചെടുക്കും, ബാലൻസ് ഉള്ള വേസ്റ്റ് വൻകുടലിലെത്തും, അതിൽ നിന്നും വെള്ളം വലിച്ചെടുക്കും. അങ്ങനെയാണ് മലം രൂപാന്തരപ്പെടുകയും അത് പുറന്തള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ മിക്സർ ഗ്രൈൻഡർ മാതിരി വർക്ക് ചെയ്യുന്ന ഈ ആമാശയം, ഇതിൻ്റെ 2 ഭാഗം, അതായത് മുകളിലുള്ള അന്നനാളം ആമാശയത്തിലേക്ക് സന്ധിക്കുന്ന ഭാഗവും ചെറുകുടലിലേക്ക് ഉള്ള ആ വഴിയും, രണ്ടും വളരെ ടൈറ്റായിട്ട് അടച്ചതിന് ശേഷമാണ് ഈ പ്രവൃത്തി തുടങ്ങുക. അപ്പോൾ അന്നനാളത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗം ആമാശയമായിട്ട് സന്ധിക്കുന്ന ഭാഗത്തൊരു വാൽവുണ്ട്. ഈ വാൽവ് ടെക്നിക്കലി ഒരു നോ റിട്ടേൺ വാൽവാണ്. ഭക്ഷണം അങ്ങോട്ട് പോകാൻ സമ്മതിക്കും, പക്ഷേ ഇങ്ങോട്ട് സാധാരണ ഗതി ലീക്കുകയില്ല. ചില അവസ്ഥയിൽ അത് തുറന്നു കൊടുക്കും. ഉദാഹരണത്തിന് നമുക്ക് ഏമ്പൊക്കെ ഇടേണ്ട അവസ്ഥയിൽ, രണ്ടാമത് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ. പക്ഷെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തലകുത്തി നിന്നാൽ പോലും ഒരു തുള്ളി സാധനം പുറത്തു വരാൻ പറ്റില്ല. അത്ര ടൈറ്റായിട്ടുള്ളൊരു വാൽവാണ്. പക്ഷേ ഈ വാൽവിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന തകരാറാണ് മിക്കവർക്കുള്ള പ്രശ്നം. ഓക്കെ. അപ്പോൾ ഏകദേശം 15% ഈ പ്രശ്നമുള്ള ആളുകൾക്ക് ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ജന്മനാ തന്നെയുള്ള ഒരു ഹെർണിയുണ്ട്. അതായത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം നെഞ്ചിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ വാൽവ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. അതിന് സർജിക്കലായിട്ട് തന്നെ അത് ചികിത്സിക്കേണ്ടതായിട്ട് വരും. പക്ഷേ 85% ആൾക്കാർക്കും അവർ നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ വാൽവിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം കാരണം ഇടയ്ക്കിടയ്ക്ക്, അതായത് സാധാരണഗതിയിൽ ഒരു 10 സെക്കൻഡാണ് ഈ വാൽവ് റിലാക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് കൂടുതൽ സമയവും കൂടുതൽ ഫ്രീക്വൻസിയോടുകൂടി ഈ വാൽവ് റിലാക്സ് ചെയ്യും. അതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നം. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ കൂടി വരുന്ന നമ്മുടെ അമിതവണ്ണവും ഈ വാൽവിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഈ വാൽവ് കൂടുതൽ റിലാക്സ് ആയി പോകും. അപ്പോൾ അതിന് ടൈറ്റായി നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അമിതവണ്ണം വരുമ്പോൾ ഈ വാൽവിൻ്റെ പൊസിഷൻ തെറ്റിയിട്ട് വാൽവിൻ്റെ ആ കറക്റ്റ് ഫങ്ഷൻ നടക്കില്ല. അപ്പോൾ അത് ലീക്കാവാൻ തുടങ്ങും. അപ്പോൾ അമിതവണ്ണവും അമിത ഭക്ഷണവും രണ്ടും ഇതിന് പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ അമിതമായ മദ്യപാനം, പുകവലി, ഈ സിട്രസ്, പുളി കൂടാതെ നാരങ്ങ മാതിരിയുള്ളത്, പിന്നെ ഫിസി ഡ്രിങ്ക്സ്, അതായത് ഈ സോഡ മാതിരിയുള്ള ഒരുപാട് മധുരപാനീയങ്ങളുണ്ടല്ലോ, കാർബണേറ്റഡ് അത് കഴിച്ചാലും ഈ ഇത് ഇങ്ങനെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ രോഗത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 40 വർഷം മുമ്പ് നമ്മളൊക്കെ MBBS പഠിക്കുന്ന കാലഘട്ടത്തിൽ നെഞ്ചരിച്ചിൽ, പുളിച്ചു കെട്ടൽ, ഈ 2 ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ രോഗം തന്നെ ചേഞ്ച് ആയി പോയിരിക്കുന്നു. അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വന്നൊരു രോഗം വേണമെന്ന് പറയാം. അതിൽ ഈ രോഗം കൊണ്ട് ഇപ്പോൾ രാത്രിയിൽ ചുമ,
ശ്വാസം മുട്ടൽ, അതെ അതെ, ഇത് ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, അതായത് തൊണ്ട എപ്പോഴും ഇടറുക, തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥ, സൈനുസൈറ്റിസ്, ഓട്ടൈറ്റിസ് മീഡിയ, വായിൽ വ്രണങ്ങൾ, പല്ലിൽ ഇറോഷൻസ്. അതായത് പണ്ട് അന്നനാളത്തിൽ മാത്രം രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചിരുന്ന ആ രോഗം ഇപ്പോൾ സുപ്രാ ഇസോഫാജിയൽ സിംറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ. ഈ രോഗം ഉദരരോഗ വിദഗ്ധരോ അല്ലെ ജനറൽ പ്രാക്ടീഷണർ ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ENT വിദഗ്ധരാണ് ചികിത്സിക്കുന്നത്. അതായത് നിർത്താത്ത ചുമ, ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ, രാത്രിയിൽ ആസ്മ, ഇങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിനൊരു കാരണം ഈ രാത്രിയുടെ ഡിന്നർ വളരെ ലേറ്റ് ആകുന്ന ഒരു കാരണമാണ്. അത് പ്രധാന കാരണമാണ്. ഈ വളരെ ലേറ്റായിട്ട് ഡിന്നർ കഴിക്കുകയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എത്ര സമയം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിഷ്കർഷയുണ്ടോ? അത് കഴിഞ്ഞ് പെട്ടെന്ന് കിടക്കുകയും ചെയ്യും. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. ഈ പ്രശ്നമുള്ളവർ ഉറങ്ങാൻ പോകുമ്പോൾ നെഞ്ച് ഭാഗം കുറച്ച് ഉയർത്തി വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. പക്ഷേ സാധാരണഗതിയിൽ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കഴിക്കും, ഉച്ചയ്ക്കും വർക്കിംഗ് ലഞ്ച് ആയിരിക്കും മിക്കവാറും ജോലിയുടെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്തു പോയാലും ഒരു ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഒരു അവസരം രാത്രിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉറങ്ങുമ്പോഴാണ് ഈ പ്രശ്നം കൂടുന്നത്. സാധാരണഗതിയിൽ ആമാശയത്തിൽ നിന്ന് ദഹന പ്രക്രിയ തുടങ്ങിയിട്ട് ചെറുകുടലിലേക്ക് അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നജം, അതായത് വെള്ളത്തിൽ വേവിച്ച ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. പക്ഷേ 3 മണിക്കൂർ തൊട്ടേ അത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് 2.5-3 മണിക്കൂർ ആകുമ്പോഴേക്കും ഈ മിക്സർ ഗ്രൈൻഡർ ഫങ്ഷൻ്റെ അതിൻ്റെ ആവശ്യകത കുറഞ്ഞു വരും. കാരണം ഒരുവിധം എല്ലാ ഭക്ഷണം ഏകദേശം ഒരു മാവ് പരുവത്തിലായിട്ടുണ്ടാവും, ഔട്ട്ഫ്ലോ തുടങ്ങും. പക്ഷേ കൊഴുപ്പിൽ, അതായത് വറുത്തതും പൊരിച്ചതും ബിരിയാണി മാതിരിയുള്ള കഴിച്ചു കഴിഞ്ഞാൽ 2 റിസ്ക്കാണ്. ഒന്ന്, ആമാശയത്തിൻ്റെ സ്പീഡേ കുറയും. 2, വാൽവ് ലീക്കാവും. ഓക്കെ. പിന്നെ ഈ സ്പീഡ് കുറയുന്നതോടുകൂടി ഈ മാവ് പരുവത്തിലാക്കുന്ന അതിൻ്റെ പ്രോസസ്സ് ലേറ്റ് ആവും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 7-8-9 മണിയായാലും ചിലപ്പോൾ ആ ടേസ്റ്റ് തകർത്തി വരും. പലർക്കും അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയും. ഇത് കാരണം ഇത് ദഹനം കഴിഞ്ഞ് ഇത് ചെറുകുടലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പുളിച്ചു തികട്ടൽ, അതായത് ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ, ഈ ഉദര പ്രശ്നത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? പുകവലി, മദ്യപാനം, അമിതമായിട്ട് ഈ പാനീയങ്ങൾ കുടിക്കുന്നത്, അതെല്ലാം. പിന്നെ ഓവർ ഈറ്റിംഗ്, ക്വാണ്ടിറ്റി കൂടുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ പോലും, അതായത് വയറ് അതായത് വിശപ്പ് മാറണം, അത്രേ ഉള്ളൂ. വയറ് നിറയേണ്ട ആവശ്യമേ ഇല്ല. വിശപ്പ് മാറുമ്പോൾ നമ്മുടെ ആമാശയത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് എയറായിരിക്കും. ഈ എയർ തികട്ടിയാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഭക്ഷണമായിരിക്കും. അപ്പോൾ ദഹനരസമായിട്ട് മിക്സ് ചെയ്ത ആ ജ്യൂസാണ് തികട്ടുന്നത്. അതിൽ ആസിഡുണ്ട്, ദഹനത്തിനുള്ള പെപ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അന്നനാളത്തിൽ ഡാമേജ് വരുന്നത്. സമയപരിമിതി കാരണം ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത അധ്യായത്തിൽ ഈ ചർച്ച തുടരുന്നതാണ്.